ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയമോഹൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രേമചന്ദ്രൻ നടത്തിയ ഇടപെടൽ തോട്ടണ്ടി ഇറക്കുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ കലാശിച്ചു. ഇതോടെ കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖല വലിയ തകർച്ച നേരിട്ടു എന്നുമാണ് NK പ്രേമേന്ദ്രനെതിരായ ചില വെളിപ്പെടുത്തലായി പുറത്തു വരുന്നത്. ഈ പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? നേതൃത്വത്തിലുള്ള UTUCയുടെ നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇതിനു മുമ്പ് തന്നെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. 2.5 ലക്ഷത്തോളം കശുവണ്ടി തൊഴിലാളികൾ പണിയെടുക്കുന്ന കൊല്ലം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായ മേഖലയാണ് കശുവണ്ടി മേഖല. ആ കശുവണ്ടി മേഖല ഇന്നത്തെ നിലയിലേക്ക് പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഒന്നാമതായി കൊല്ലം MP മിസ്റ്റർ പ്രേമേന്ദ്രനുള്ളതാണ്. കശുവണ്ടി വ്യവസായം നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള തോട്ടണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഫാക്ടറികൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. ആ ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ മേൽ 9.5% നികുതി ഏർപ്പെടുത്തി. ആ നികുതി ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ടത് കൊല്ലം MP പ്രേമചന്ദ്രനാണ് എന്ന ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പൊ UTUC യൂണിയൻ കൂടി ശരിവച്ചിരിക്കുന്നു. അപ്പൊ തോട്ടണ്ടിയുടെ വില കൂടി. അത് ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നതിന് പ്രതിബന്ധമായി പരിപ്പിന്റെ വില ഇടിക്കുന്ന രൂപത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും യന്ത്രവൽക്കരണത്തിലൂടെ ഉള്ള പരിപ്പ് ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യാനുള്ള നയം ഉദാരമാക്കി. അപ്പൊ തോട്ടണ്ടിയുടെ മേൽ ചുങ്കം ഏർപ്പെടുത്തിയപ്പോ തോട്ടണ്ടിക്ക് വില കൂടി. പരിപ്പ് ഇറക്കുമതി ചെയ്തപ്പോ പരിപ്പിന്റെ വില ഇടിഞ്ഞു. ഇത് വ്യവസായം പ്രതിസന്ധിയിലായതിന് കാരണമായി. 2.5 ലക്ഷത്തോളം തൊഴിലാളികൾ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളാണ് 95%. അതിൽ തന്നെ 70% ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ മുഴുവൻ കുത്തുവാള എടുപ്പിച്ച് കശുവണ്ടി വ്യവസായം തകർത്തെറിഞ്ഞതിന്റെ ഉത്തരവാദി പ്രേമേന്ദ്രനാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ട്രേഡ് യൂണിയനും ഉന്നയിച്ചത് ശരിവയ്ക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് UTUCയുടെ നേതാവ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. UTUC യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾക്കുൾപ്പെടെ പ്രേമേന്ദ്രന്റെ കപട മുഖം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ജയമോഹൻ. കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനാണ് സംസാരിച്ചത്.